ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിക്കൂ. ദൈവവചനം പരന്നു, യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണവും പെരുകി, പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ലിബർത്തീനർ എന്നു പേരുള്ള പള്ളിക്കാരിലും കുറേനക്കാരിലും അലക്സാന്ദ്രിയക്കാരിലും കിലിക്കിയ, ആസിയ എന്ന ദേശക്കാരിലും ചിലർ എഴുന്നേറ്റ് സ്തേഫാനോസിനോട് തർക്കിച്ചു. എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അവർ ചില പുരുഷന്മാരെ വശത്താക്കി, ഇവൻ മോശയ്ക്കും ദൈവത്തിനും വിരോധമായി ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. ജനത്തെയും മൂപ്പന്മാരെയും ശാസ്ത്രിമാരെയും ഇളക്കി അവൻ്റെ നേരെ ചെന്ന് അവനെ പിടിച്ച് ന്യായാധിപ സംഘത്തിൽ കൊണ്ടുപോയി കള്ളസാക്ഷികളെ നിർത്തി, ഈ മനുഷ്യൻ വിശുദ്ധ സ്ഥലത്തിനും ന്യായപ്രമാണത്തിനും വിരോധമായി ഇടപെടാതെ സംസാരിച്ചു വരുന്നു. ആ നസ്രായനായ യേശു ഈ സ്ഥലം നശിപ്പിച്ച് മോശെ നമുക്ക് ഏൽപ്പിച്ചു തന്ന മര്യാദകളെ മാറ്റിക്കളയും എന്ന് അവൻ പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. ന്യായാധിപ സംഘത്തിലിരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു. ആരെയെങ്കിലും ഇഷ്ടമില്ലെങ്കിൽ, പ്രത്യേകിച്ച് അയാൾ ഭൂരിപക്ഷ വർഗത്തിലുള്ള ആളല്ലെങ്കിൽ, അവരെ വളരെ എളുപ്പം ഈ ബ്ലാസ്ഫമി ലോ, ദൈവദൂഷണം പറഞ്ഞു എന്ന ആരോപണം ഉന്നയിച്ച് കൊലപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ നടന്ന പല സംഭവങ്ങളുമുണ്ട്. അപ്പോൾ അവർ ചെയ്തത് ഇതാണ്: ഈ മനുഷ്യൻ്റെ ജ്ഞാനത്തോട് വാദിച്ച് ജയിക്കില്ല. അപ്പോൾ പിന്നെ അയാളെ ഇല്ലാതാക്കാൻ ഒരു മാർഗമേ ഉള്ളൂ, ഇയാൾക്കെതിരെ ബ്ലാസ്ഫമി ലോ ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ ഇയാൾ ദൈവദൂഷണം പറഞ്ഞു എന്ന് ഞങ്ങൾ കേട്ടു എന്ന് പറയുക. ഇത് പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയാവിൻ്റെ കാലത്ത് നടന്നിട്ടുണ്ട്. ആഹാബ് രാജാവിന് ഒരു ചീരത്തോട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഒരാളുടെ മുന്തിരിത്തോട്ടം വാങ്ങണമെന്ന് തോന്നി. അപ്പോൾ അയാളെ കൊല്ലുവാൻ വേണ്ടി ആഹാബിൻ്റെ ഭാര്യ പറഞ്ഞു കൊടുത്ത സൂത്രം ഇതാണ്: ഇവൻ ദൈവദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് കള്ളസാക്ഷ്യം പറഞ്ഞാൽ മതി, തെളിവൊന്നും വേണ്ട, നമുക്ക് കൊല്ലാം. അങ്ങനെ അവനെ കൊന്നിട്ട് ആഹാബ് അവൻ്റെ മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാക്കി. ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഇവരും ചെയ്യുന്നത്. ഇവർ ദൈവത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും തിരുനിവാസത്തെക്കുറിച്ചും ഒക്കെ വലിയ എരിവുള്ളവരാണെന്ന് പറഞ്ഞാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ അവർ ചെയ്തത് എന്താ? കള്ളസാക്ഷികളെ നിർത്തി ഈ മനുഷ്യൻ വിശുദ്ധ സ്ഥലത്തിനും ന്യായപ്രമാണത്തിനും വിരോധമായി ഇടവിടാതെ സംസാരിച്ചു വരുന്നു. നസ്രായനായ യേശു ഈ സ്ഥലം നശിപ്പിച്ച് മോശെ നമുക്ക് ഏൽപ്പിച്ച മര്യാദകളെ മാറ്റിക്കളയും എന്ന് അവൻ പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. അപ്പോൾ ഇവർ സാക്ഷികളെ ഫാബ്രിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കി. അവർ വന്ന് കള്ളം പറഞ്ഞു. സ്തേഫാനോസിൻ്റെ പേരിൽ ഉണ്ടാക്കിയ 4 ആരോപണങ്ങൾ എന്ന് പറയാം. ഒന്ന്, ഇയാൾ വിശുദ്ധ സ്ഥലത്തിനെതിരെ സംസാരിച്ചു. വിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞാൽ അവരുടെ ദേവാലയത്തിലെ വിശുദ്ധ സ്ഥലം, അതിനെതിരെ സംസാരിച്ചു. എന്ന് വെച്ചാൽ അതിനൊരു വിലയില്ല എന്ന് അയാൾ പറഞ്ഞു എന്നാണ് ഒന്നാമത്തെ ആരോപണം. പിന്നെ രണ്ടാമത്, ന്യായപ്രമാണത്തിന് വിരോധമായി സംസാരിച്ചു, ദൈവവചനത്തിന് വിരോധമായി സംസാരിച്ചു. ന്യായപ്രമാണത്തിന് ഇവന് വിലയില്ല, മോശ കൊടുത്തതാണല്ലോ ന്യായപ്രമാണം. അപ്പോൾ ന്യായപ്രമാണത്തിന് എതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മോശയ്ക്കെതിരെ സംസാരിച്ചു എന്നാണ്. മോശയ്ക്കെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ മോശയെ അയച്ച ദൈവത്തിനെതിരെ സംസാരിച്ചു എന്നാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവർ പറയുന്നത് ദേവാലയത്തിനെതിരെ ദൂഷണം പറഞ്ഞു, ന്യായപ്രമാണത്തിനെതിരെ പറഞ്ഞു, മോശയ്ക്കെതിരെ പറഞ്ഞു, ദൈവത്തിനെതിരെ പറഞ്ഞു. ഇങ്ങനെ 4 ആരോപണങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഇവനെ ന്യായാധിപ സംഘത്തിൽ കൊണ്ടുപോയി. അപ്പോൾ ന്യായാധിപ സംഘത്തിലുള്ളവർ ഇവർ പറഞ്ഞ ആരോപണമേ കേട്ടുള്ളൂ. സ്തേഫാനോസ് എന്താ പറഞ്ഞതെന്ന് കേട്ടില്ല, ഇവരോട് എന്താ പറഞ്ഞതെന്ന് കേട്ടില്ല, ഈ ആരോപണം മാത്രമേ കേട്ടുള്ളൂ. അപ്പോൾ ഈ ആരോപണം കേട്ട് കഴിഞ്ഞപ്പോൾ ന്യായാധിപ സംഘം ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് സ്തേഫാനോസിനോട് ചോദിച്ചു. അപ്പോൾ സ്തേഫാനോസിനെ അവർ ഉറ്റുനോക്കി. അതിൻ്റെ കാരണം, ഇവൻ ചെറുപ്പമാണല്ലോ. ഇവനെ പിടിച്ചുകൊണ്ട് വന്ന ആളുകൾ
വലിയ ജ്ഞാനമുള്ള ആളുകളാണ്, അറിവുള്ള ആളുകളാണ്. അവരെ ഉത്തരം മുട്ടിക്കാൻ തക്കവണ്ണം ഇത്ര ജ്ഞാനമുള്ള ഇതാരാണെന്ന് നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ. അവർക്ക് അതിശയം തോന്നി. അവർ അവനെ ഉറ്റുനോക്കി. ഇവനോ? അവരവനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവർ കണ്ടത് അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു. ഇത് എങ്ങനെയാണ് ലൂക്കോസിന് മനസ്സിലായത്? അതിൻ്റെ ഉത്തരം അടുത്ത അധ്യായത്തിലുണ്ട്. അടുത്ത അധ്യായത്തിൽ സ്തെഫാനോസിൻ്റെ വലിയ പ്രസംഗത്തിൻ്റെ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നു. ആ സമയത്ത് കല്ലെറിഞ്ഞവരുടെ വസ്ത്രം സൂക്ഷിച്ചു കൊണ്ടിരുന്ന ശൗൽ എന്നൊരു ചെറുപ്പക്കാരൻ. ആ ശൗൽ എന്ന ചെറുപ്പക്കാരനാണ് പിന്നീട് പൗലോസ് ആയതും ആ പൗലോസിൻ്റെ സന്തത സഹചാരിയായിരുന്നു ലൂക്കോസ്. അപ്പോൾ ഈ ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ സ്തെഫാനോസിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്ന് പൗലോസ് കണ്ടു കാണും. അതുകൊണ്ടാണ് പിന്നീട് പൗലോസ് ലൂക്കോസിനോട് പറഞ്ഞത്, ഞങ്ങൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ദൈവദൂതൻ്റെ മുഖം പോലെയായിരുന്നു. ഒരു ക്രിമിനലിനെ അല്ല ഞങ്ങൾ കണ്ടത്, ദൈവദൂഷണം പറയുന്ന ഒരാളെ അല്ല കണ്ടത്, മറിച്ച് ഒരു ദൈവദൂതൻ്റെ മുഖമാണ് കണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പാകെ തനിക്കെതിരെയുള്ള ആരോപണത്തിന് മറുപടി പറയാൻ സ്തെഫാനോസിന് ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. ആ അവസരമാണ്, അല്ലെങ്കിൽ ആ മറുപടി എന്താണ് എന്നാണ് 7-ാം അധ്യായത്തിൽ പറയുന്നത്. 7-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത അപ്പോസ്തല പ്രവൃത്തികളിലെ ഏറ്റവും ദീർഘമുള്ള അധ്യായമാണ്. ഈ ദീർഘമുള്ള അധ്യായത്തിൽ ആകെ പറഞ്ഞിരിക്കുന്ന കാര്യം സ്തെഫാനോസിൻ്റെ ഒരു പ്രസംഗമാണ്. ആ പ്രസംഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ് അടുത്ത ആഴ്ച. പക്ഷേ അതിനു മുമ്പ് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ആ പ്രസംഗം നടത്തിയത് ഒരു ചെറുപ്പക്കാരൻ. ആ അധ്യായത്തിൻ്റെ അവസാനം ആ പ്രസംഗം മുഴുവൻ കാണുകയും ആ കല്ലേറിന് സാക്ഷിയാകുകയും ചെയ്ത വേറൊരു ചെറുപ്പക്കാരൻ. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 2 ചെറുപ്പക്കാരുടെ കഥയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മാത്രമല്ല, ക്രിസ്തീയ വിശ്വാസം അത് തുടങ്ങിയപ്പോൾ ചെറുപ്പക്കാരുടെ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു, ഒരു യൂത്ത് മൂവ്മെൻ്റ് ആയിരുന്നു. ചെറുപ്പക്കാരാണ് ഈ കാര്യത്തിൽ മുൻകൈയെടുത്തതും അവരാണ് ഈ സന്ദേശം ലോകം മുഴുവൻ എത്തിച്ചതും. അപ്പോൾ ആ 2 ബാല്യക്കാരെക്കുറിച്ച് നമുക്ക് അടുത്തയാഴ്ച കേൾക്കാം. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.